Good morning, my dear students. In the last section, we have discussed about the Jacobi method for finding the eigenvalues of a symmetry matrix. In that case, we have discussed about some of the problem based on Jacobi method for finding a 2 by 2 matrix, eigenvalues of 2 by 2 matrix. Today we are going to discuss about the extension of we have seen that the extension to higher order symmetry matrix. Jacobi methods can be extended to higher order symmetry matrix by using the same procedure. So it is mainly used for finding the eigenvalues of real symmetry matrix. Then suppose that we know that there are the basic working principles, working procedure for finding all the eigenvalues and corresponding eigenvectors of a real symmetry matrix. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് 2x2 മെട്രിക്സിൻ്റെ കേസിൽ എങ്ങനെയാണ് ജാക്കോബി മെത്തേഡ് യൂസ് ചെയ്ത് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതെന്നായിരുന്നു. ഇനി ഈ ഒരു സെക്ഷനിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു 3x3 മെട്രിക്സ് ആണ് നമുക്ക് തരുന്നതെങ്കിൽ, ഹയർ ഓർഡർ ആണ് തരുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഏഗൻ വാല്യൂസും ഏഗൻ വെക്ടറും എങ്ങനെയാണെന്നുള്ളതിൻ്റെ തിയറിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കൺസിഡർ ദ മെട്രിക്സ്. നമുക്കൊരു മെട്രിക്സ് തരുവാണ്, ഒരു 3x3 മെട്രിക്സ് തരുവാണ്. Consider the 3x3 matrix. Let A be a real symmetry matrix of order 3. Then A equal to A11, A12, A13, A21, A22, A23, A31, A32, A33 with here A11 equal to A21, A13 equal to A31, A23 equal to A32. ഇവിടെ തന്നിരിക്കുന്നത് എങ്ങനെയായിരിക്കും, ഒരു സിമെട്രി മെട്രിക്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. സോ വി ക്യാൻ റൈറ്റ് A11 ഈക്വൽ ടു A21, A12 ഈക്വൽ ടു A21, A13 ഈക്വൽ ടു A31, A23 ഈക്വൽ ടു A32. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇതിനകത്ത് നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞ് സോൾവ് ചെയ്യുന്നതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നോക്കണം. ഇങ്ങനെയൊരു മെട്രിക്സ് നമുക്ക് തന്നു കഴിയുമ്പോൾ ഹൗ ടു ഫൈൻഡ് ദ സൊല്യൂഷൻ, ഹൗ ടു ഫൈൻഡ് ദ ഏഗൻ വാല്യൂ. ഫസ്റ്റ് ഓഫ് ഓൾ വി കൺസിഡർ ദ ലാർജസ്റ്റ് എലമെൻറ്റ് ഇൻ ദാറ്റ് മെട്രിക്സ്. നമ്മളതിനകത്ത് ലാർജസ്റ്റ് എലമെൻറ്റ് കണ്ടുപിടിക്കും. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ലാർജസ്റ്റ് എലമെൻറ്റ് ഓഫ് ഡയഗണൽ മെട്രിക്സ്. ആ മെട്രിക്സിൻ്റെ ഓഫ് ഡയഗണൽ മെട്രിക്സ് ഇല്ല, അല്ലെങ്കിൽ ഡയഗണൽ വാല്യൂസ് എലമെൻ്റ് അല്ല, ഓഫ് ഡയഗണൽ എലമെൻറ്റിൻ്റെ ലാർജസ്റ്റ് വൺ ഏതാണെന്ന് നോക്കുക, അതെടുക്കുക. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ സൈൻ ഉണ്ടെങ്കിൽ പോലും നമ്മളതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് മോഡുലസ് നമ്മൾ എടുക്കുകയാണ്. നമുക്ക് ഇപ്പോൾ കൺസിഡർ ചെയ്യുവാണ്. ലെറ്റ് ഇറ്റ് ബി എ മോഡുലസ് ഓഫ് A13. ഹിയർ A13 കറസ്പോണ്ട് ടു ദ ഫസ്റ്റ് റോ ആൻഡ് തേർഡ് കോളം. ഓക്കെ, നമുക്കറിയാതെന്ന് പറയുന്നത് ഫസ്റ്റ് റോയിലെ തേർഡ് കോളം. ദെൻ ദ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അതിൻ്റെ ലാർജസ്റ്റ് ഓഫ് ഡയഗണൽ എലമെൻ്റ് ഏതാണെന്ന് നമ്മൾ എടുത്തു, അത് നമ്മൾ നോക്കി വെച്ചിരിക്കുകയാണ്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ മെട്രിക്സിനകത്ത് ഏതാണ് A13 അല്ലേ, A13 അല്ലായിരുന്നു നമ്മൾ എടുത്തിരുന്നത്. A13ക്കകത്ത് വരുന്നത് ഏതൊക്കെയാണ്? A31 വരാം, AIJ ഈക്വൽ ടു നമ്മൾ ലാർജസ്റ്റ് എലമെൻ്റ് എടുത്തു AIJ. ഇനി AIJ പോലെ തന്നെയാണ് A13 ഇവിടെ എടുക്കുന്നത്. A13ക്കകത്ത് A31 ഉണ്ട്, A11 ഉണ്ട്, AI ഉണ്ട്, AJJ ഉണ്ട്. അപ്പോൾ എന്ത് വരും? A11, A31. ഓക്കെ, അങ്ങനെ വരും. A31, A33 എല്ലാം വരും. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് എങ്ങനെയായിരിക്കും? റീപ്ലേസ് ചെയ്യണം അതിനെ. A11, A13, A31, A33. ഈ എലമെൻറ്റിനെ നമ്മൾ ഒരു റൊട്ടേഷൻ മെട്രിക്സ് ആയിട്ട് അതിനെ റീപ്ലേസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും?
കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ സൈൻ തീറ്റ കോസ് തീറ്റ ആയിട്ട്. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് അങ്ങനെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് ഡയഗണൽ എലമെൻറ്റ്സ് ബൈ 1. ഇനി നമുക്കിതൊരു 3/3 മെട്രിക്സ് ആക്കണം. അതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ ഡയഗണൽ എലമെൻറ്റ്സിനെ 1 ആക്കണം. ഇപ്പോൾ ഇവിടെ ഇത് മാത്രമേ ഡയഗണൽ എലമെൻ്റ് ഉള്ളൂ, അത് 1 ആക്കുന്നു. അതർ ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് ബൈ 0. ബാക്കി എല്ലാ ഓഫ് ഡയഗണൽ എലമെൻറ്റ്സും എന്താക്കണം? 0 ആക്കണം. ഓക്കെ. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എടുക്കേണ്ട റൊട്ടേഷൻ മെട്രിക്സ് എങ്ങനെയാണ്? ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഏതാണ്? ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് നമുക്ക് എടുത്ത്. ഇപ്പോൾ A12 ആണെങ്കിൽ ഏതൊക്കെ എടുക്കണം? A21 എടുക്കണം, A12 എടുക്കണം, A11 എടുക്കണം, A22 എടുക്കണം. ഓക്കെ. അതിൻ്റെ ഓർഡർ എങ്ങനെയായിരിക്കും? A11, A12, A21, A22. അപ്പോൾ അതിനകത്ത് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ സൈൻ തീറ്റ കോസ് തീറ്റ, ഈ ഒരു ഓർഡറിൽ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു. ക്ലിയർ ആയില്ലേ? റീപ്ലേസ് ചെയ്തു. നമ്മൾ S1 എന്നതിനെ അതിനെ കൺസിഡർ ചെയ്യുവാണ് S1. അപ്പോൾ ഇവിടെ നമുക്ക് S1 കിട്ടി. ഇനി തീറ്റ കിട്ടണമെങ്കിലുള്ള ഫോർമുല എന്താണ്? നമുക്കിപ്പോൾ തീറ്റ കിട്ടുവാണെങ്കിൽ തീറ്റ ഈക്വൽ ടു 1/2, ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ 2 തീറ്റ ഈക്വൽ ടു ടാൻ 2 തീറ്റ ഈക്വൽ ടു 2A13. ഏതാണോ നമുക്ക് കിട്ടിയ ലാർജസ്റ്റ് ഓഫ് ഡയഗണൽ എലമെൻറ്റ് 2A13 ഡിവൈഡ് ബൈ A11 മൈനസ് A33 എന്ന് എടുക്കുന്നു. ഇഫ് A11 നോട്ട് ഈക്വൽ ടു A33, A11 നോട്ട് ഈക്വൽ ടു A33 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? ഹാഫ് ഇൻറ്റു ടാൻ ഇൻവേഴ്സ് 2A13 ഡിവൈഡ് ബൈ A11 മൈനസ് A33. ഇഫ് A13 ഈസ് ഗ്രേറ്റർ ദാൻ 0, ഇഫ് A13 ഈസ് ഗ്രേറ്റർ ദാൻ 0, A11 ഈക്വൽ ടു A33 ആണെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? π/4 ആണെന്ന് എടുക്കാൻ പറ്റും. ലെസ് ദാൻ ആണെങ്കിൽ മൈനസ് π/4 ആണെന്ന് എടുക്കാൻ പറ്റും. ഓക്കെ. അതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. തീറ്റ കിട്ടി. തീറ്റ കിട്ടിക്കഴിഞ്ഞാൽ റൊട്ടേഷൻ മെട്രിക്സ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? കോസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കോസ് തീറ്റ കോസ് π/4 ഇതെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കോസ് π/4 1/√2 മൈനസ് 1/√2 സെയിം ആയിട്ട് വരും. കോസ് π/4 കോസ് 90 അല്ലേ? അങ്ങനെയല്ലേ വരുള്ളൂ. അപ്പോൾ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ. തീറ്റയുടെ വാല്യൂ നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കോസ് π/4 ആണ്. അപ്പോൾ എത്ര വരും? 45 വരും അല്ലേ? 90 വരുമ്പം 180 ഡിവൈഡ് ബൈ 4 ആണ്. അപ്പം 45 വരും. 1/√2 മൈനസ് 1/√2 കോസ് തീറ്റയും സൈൻ തീറ്റയും വാല്യൂ സെയിം ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. തീറ്റയുടെ വാല്യൂ നമുക്ക് കിട്ടി. 0 ആണെങ്കിൽ π/4 അല്ലേ? ഗ്രേറ്റർ ദാൻ 0 ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ π/4 വരും. ലെസ് ദാൻ 0 ആണെങ്കിൽ മൈനസ് π/4 വരും. തീറ്റ വാല്യൂ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് റൊട്ടേഷൻ മെട്രിക്സ് നമുക്ക് എടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് B1 ഈക്വൽ ടു സിമിലാരിറ്റി ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുവാണ്. B1 ഈക്വൽ ടു S1 ഇൻവേഴ്സ് A ഇൻറ്റു S1. ഓക്കെ. S1 ഇൻവേഴ്സ് A ഇൻറ്റു S1 നമ്മൾ നേരത്തെ ഇതിനകത്ത് ചെയ്ത പോലെ തന്നെ. ഓക്കെ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് B1 കണ്ടുപിടിച്ചു. ഇവിടെ S1 ഇൻവേഴ്സ് എന്ന് പറയുന്നതിന് പകരം ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ റൊട്ടേഷൻ മെട്രിക്സ് ആയതുകൊണ്ട് ഓർത്തോഗണൽ മെട്രിക്സ് ആയതുകൊണ്ട് എങ്ങനെയായിരിക്കും? S1 ഇൻറ്റു S ട്രാൻസ്പോസ് ഈക്വൽ ടു I. അതാണ് ഓർത്തോഗണൽ മെട്രിക്സിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ S ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? S1 ഇൻവേഴ്സ് തന്നെയായിരിക്കും. അപ്പോൾ ട്രാൻസ്പോസ് എടുത്താൽ മതി ഇൻവേഴ്സിന് പകരം. എന്നിട്ട് അതിനെ 3നെയും മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? S1 ഇൻവേഴ്സ് ഇൻറ്റു A ഇൻറ്റു S1 മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ. ദെൻ ഇപ്പം നമുക്ക് B1 കണ്ടുപിടിച്ചു വെച്ചു. B1 കണ്ടുപിടിച്ചിട്ട് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ നോക്കുന്നു റിപ്പീറ്റ് സ്റ്റെപ്പ് 1 2 3 വിത്ത് ന്യൂ റൊട്ടേഷൻ മെട്രിക്സ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് ഇത് കിട്ടി. ഇനി B1 എന്ന് പറയുന്നത് ഡയഗണൽ മെട്രിക്സ് അല്ലെങ്കിൽ B1 എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് ഒരു ഡയഗണൽ മെട്രിക്സ് അല്ലെങ്കിൽ, ഡയഗണൽ മെട്രിക്സ് ആണെങ്കിൽ ഓക്കെ, അതിന് ഡയഗണൽ വാല്യൂസ് ആയിരിക്കും അതിൻ്റെ കറസ്പോണ്ടിങ് ഏഗിയൻ വാല്യൂസ് എന്ന് പറയുന്നത്. ഇനി ഡയഗണൽ എലമെൻറ്റ്സ് ഡയഗണൽ മെട്രിക്സ് അല്ലെങ്കിൽ ഈ പ്രോസസ്സ് നമ്മളിപ്പം ചെയ്തത്രയും കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം, ഇറ്ററേഷൻ പ്രോസസ്സ് ചെയ്യണം. അപ്പം അതിനു വേണ്ടി നമ്മൾ അടുത്ത ഒരു മെട്രിക്സ് ഇതിനെ B2 ആയിട്ട് എടുക്കുക. B1 കിട്ടി. B1 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കണം? ആ മെട്രിക്സിനകത്ത് ലാർജസ്റ്റ് ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് ഏതാണെന്ന് നോക്കണം. ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് ഇപ്പം നമുക്ക് A21 ആണെങ്കിൽ A21 എടുക്കുക.
അവിടെ നമ്മൾ എന്ത് ചെയ്യണം? തീറ്റ കണ്ടുപിടിക്കണം. അപ്പോൾ A12, അപ്പോൾ റൊട്ടേഷൻ മെട്രിക്സ് ചേഞ്ച് ചെയ്യും. A12 ആണെങ്കിൽ റൊട്ടേഷൻ മെട്രിക്സ് ചെയ്തു. റൊട്ടേഷൻ മെട്രിക്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഫ്റ്റർ ദാറ്റ് വി വിൽ റൈറ്റ് B2 ഈക്വൽ ടു ന്യൂ റൊട്ടേഷൻ മെട്രിക്സ്, അതിൻ്റെ ഇൻവേഴ്സ് ഇൻറ്റു നമുക്ക് കിട്ടിയ B1 ഇൻറ്റു ആ ന്യൂ റൊട്ടേഷൻ മെട്രിക്സ് വീണ്ടും ചെയ്യുന്നു. അങ്ങനെ നമ്മൾ എപ്പോൾ വരെ നമുക്ക് ഡയഗണൽ മെട്രിക്സ് കിട്ടുന്നോ അതുവരെ നമ്മൾ നിർത്തുന്നു. അതായിരിക്കും സ്റ്റെപ്പ് 4. BK കണ്ടിന്യൂ ചെയ്യുവാണ്. BK ഈക്വൽ ടു SK ഇൻവേഴ്സ് ഇൻറ്റു BK മൈനസ് 1 SK ഇൻവേഴ്സ് SK K ഈക്വൽ ടു 1. എത്ര റിപ്പീറ്റ് ചെയ്യുകയാണ് ആ പ്രോസസ്സ്. നമുക്ക് എത്ര പ്രാവശ്യം ഇത് ഡയഗണൽ എലമെൻറ്റ്സ് ആകുന്നിടം വരെ നമ്മളിത് റിപ്പീറ്റ് ചെയ്യുന്നു. സ്റ്റോപ്പ് ഇറ്ററേഷൻ പ്രോസസ് ഇഫ് BK ഈസ് ഇൻ ദ ഫോം ഓഫ് എ ഡയഗണൽ മെട്രിക്സ്. BK ഒരു ഡയഗണൽ മെട്രിക്സ് ആകുന്നിടം വരെ ഈ പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. ഡയഗണൽ മെട്രിക്സ് കിട്ടി കഴിഞ്ഞാൽ BK അതിൻ്റെ ഡയഗണൽ വാല്യൂസ് ഏതൊക്കെയായിരിക്കും? ഡയഗണൽ ഓഫ് λ1, λ2, λ3. അങ്ങനെ നമുക്ക് അതിൻ്റെ ഏഗൻ വാല്യൂസ് ഓഫ് A നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ഏഗൻ വാല്യൂസ് മാത്രം പോരെ, എന്തും കൂടെ കണ്ടുപിടിക്കണം? ഏഗൻ വെക്ടറും കൂടെ കണ്ടുപിടിക്കണം. ഓക്കെ, അതിനു വേണ്ടി നമ്മൾ ഏതെടുക്കുന്നതെന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ മെട്രിക്സിൻ്റെ കോളമാണ് നമ്മൾ എടുക്കേണ്ടത്. കോളം അല്ലേ, എലമെൻറ്റ്സ് ആണ് എടുക്കേണ്ടത്. പക്ഷേ ഇവിടെ നമ്മൾ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഓരോ റൊട്ടേഷൻ മെട്രിക്സിൻ്റെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് S ഈക്വൽ ടു S1 ഇൻറ്റു S2 ഇൻറ്റു S3 എത്ര പ്രാവശ്യം ചെയ്യുന്നുണ്ടോ അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. Then the columns of the resultant matrix S is said to be the eigenvector of A corresponding to the eigenvalues λ1, λ2 and λ3. അതിനെ നമ്മൾ എസ്സിനെ S1, S2, S3 എന്ന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തെടുക്കണം. അപ്പോൾ 2 പ്രാവശ്യമാണ് നമ്മൾ ഇറ്ററേഷൻ പ്രോസസ്സ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ 2 പ്രാവശ്യത്തെയും മെട്രിക്സ് കൊണ്ട് നമ്മൾ S1ഉം S2ഉം മൾട്ടിപ്ലൈ ചെയ്യണം. 2 റൊട്ടേഷൻ മെട്രിക്സ് എടുത്തു, ആ 2ഉം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന് കിട്ടുന്ന റിസൾട്ടായിരിക്കും അതിൻ്റെ കോളം. ഓരോ ഇപ്പോൾ 3x3 മെട്രിക്സ് ആയിരിക്കും കിട്ടിയത് അല്ലേ. അപ്പോൾ 3x1 ഫസ്റ്റ് x1 എന്ന് പറയുന്നത് എഗെയിൻ വെക്ടർ കിട്ടും, അടുത്തത് x2 എന്ന് പറയുന്ന എഗെയിൻ വെക്ടർ കിട്ടും, x3 കിട്ടും. ദീസ് ആർ ദ കറസ്പോണ്ടിങ് these are the eigen vectors corresponding to the eigen values of A. λ1, λ2, λ3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൻ വെക്ടറാണ് ഈ കിട്ടിയ x1, x2, x3. അല്ലാതെ നമുക്ക് ഒരു മെട്രിക്സിൻ്റെ ഒരു റൊട്ടേഷൻ മെട്രിക്സിൻ്റെ മാത്രം വെച്ച് നമ്മൾ ഒരു 2x2 ചെയ്തപ്പോൾ കിട്ടിയതുപോലെയല്ല. ഇവിടെ നമ്മൾ എത്ര പ്രാവശ്യം ചെയ്യുന്നുണ്ടോ അത്രയും റൊട്ടേഷൻ മെട്രിക്സ് കൊണ്ട് നമ്മളിതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ 2 പ്രാവശ്യം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയില്ലേ? അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ സ്റ്റെപ്സ്? നമ്മൾ തീറ്റ കണ്ടുപിടിക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓഫ് ഡയഗണലിലെ ലാർജസ്റ്റ് എലമെൻറ്റ് കണ്ടുപിടിച്ചിട്ട് തീറ്റ കണ്ടുപിടിക്കണം. തീറ്റ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് റൊട്ടേഷൻ മെട്രിക്സ് കിട്ടും. പിന്നെ നമുക്ക് അടുത്ത മെട്രിക്സ് സിമിലാരിറ്റി ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യണം. സിമിലാരിറ്റി ട്രാൻസ്ഫോം അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഡയഗണൽ മെട്രിക്സ് ആണ് കിട്ടുന്നതെങ്കിൽ നമുക്കതവിടെ നിർത്താം. അതായിരിക്കും അതിൻ്റെ ഏഗൻ വാല്യൂസ് എന്ന് പറയുന്നത്. കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ തന്നെ ഈ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡയഗണൽ എലമെൻറ്റ്സ് ഡയഗണൽ മെട്രിക്സ് കിട്ടുന്നിടം വരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു. ഏഗൻ വെക്ടർ കിട്ടാൻ വേണ്ടി എത്ര പ്രാവശ്യം നമ്മൾ റൊട്ടേഷൻ മെട്രിക്സ് കൺസിഡർ ചെയ്തോ അതിൻ്റെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ടായിരിക്കും അതിൻ്റെ കോളം മെട്രിക്സ് ആയിട്ട് എഴുതി. കോളം എടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും അതിൻ്റെ ഏഗൻ വെക്ടർ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ല? ഇനി അടുത്ത സെക്ഷനിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടും ക്ലിയർ ആകും. ഓക്കെ, താങ്ക് യു.